ഓരോ തെളിവും ഓരോരുത്തരിലേക്ക് വിരൽ ചൂണ്ടി. രാവിലെ 5 മണി. മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായിരുന്നെങ്കിലും ആ വീട്ടിലെ അന്തരീക്ഷം ഇപ്പോഴും ഭയപ്പെടുത്തുന്നതായിരുന്നു. CI കാർത്തിക് ഒരു നിമിഷം പോലും വെറുതെ കളഞ്ഞില്ല. ഈ വീട്ടിലുള്ള ഒരാളും പുറത്തു പോകാൻ പാടില്ല. എല്ലാവരോടും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓരോരുത്തരെയും ഓരോ മുറിയിലേക്ക് മാറ്റി. ആദ്യം വിളിച്ചത് ഭർത്താവ് ആദിത്യനെ. അവസാനമായി ആര്യയെ എപ്പോഴാണ് കണ്ടത്? ആദിത്യൻ കുറച്ചുനേരം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, രാത്രി 12 മണിയോടെ. അവൾ വെള്ളം കുടിക്കാൻ താഴേക്ക് പോകുന്നുവെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. ഈ വിവാഹത്തിന് ആര്യയ്ക്ക് താല്പര്യമില്ലായിരുന്നോ? ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത്. കാർത്തിക് ആദിത്യൻ്റെ മുഖം ശ്രദ്ധിച്ചു. അവൻ എന്തോ മറച്ചു വെക്കുന്നത് പോലെ തോന്നി. അടുത്തതായി ജോലിക്കാരൻ ഗോവിന്ദനെ ചോദ്യം ചെയ്തു. ഇന്നലെ രാത്രി എവിടെയായിരുന്നു? അടുക്കളയുടെ അടുത്തുള്ള മുറിയിൽ ഉറങ്ങുകയായിരുന്നു സാർ. ആര്യയെ മുമ്പ് അറിയാമായിരുന്നോ? ഇല്ല സാർ. കാർത്തിക്കിന് ആ മറുപടി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ഫോറൻസിക് സംഘം പുതിയ തെളിവ് കണ്ടെത്തി. മുകളിലെ സ്റ്റോർ റൂമിൻ്റെ വാതിലിൽ ചെറിയൊരു സ്വർണ്ണ വളയുടെ കഷ്ണം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അത് ആര്യയുടെ വളയുടേതായിരുന്നു. അതിനർത്ഥം അവൾ അവസാനമായി ആ മുറിയിലായിരുന്നു. കാർത്തിക് സ്റ്റോർ റൂമിലേക്ക് കയറി. പഴയ തടിയലമാരകൾ, പൊടിപിടിച്ച പെട്ടികൾ, ചിലന്തി വലകൾ. വർഷങ്ങളായി തുറക്കാതെ കിടന്ന മുറി പോലെ തോന്നി. പക്ഷെ ഒരു കാര്യം വ്യത്യസ്തമായിരുന്നു. തറയിലെ പൊടിയിൽ ആരെയോ വലിച്ചുകൊണ്ടു പോയതുപോലെയുള്ള പാടുകൾ. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, കാർത്തിക് പതുക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പോലീസുകാരൻ ഓടി വന്ന് പറഞ്ഞു, സാർ, വീട്ടിലെ CCTV ദൃശ്യങ്ങൾ കിട്ടി. എല്ലാവരും ടിവിയുടെ മുന്നിലിരുന്നു. രാത്രി 11:58. ആര്യ പടിക്കേട്ട് കയറുന്നു. 12:01. ലൈറ്റ് പോകുന്നു. സ്ക്രീൻ മുഴുവൻ ഇരുട്ടും. 12:07. ലൈറ്റ് വീണ്ടും വരുന്നു. പക്ഷേ ആ 7 മിനിറ്റിൻ്റെ വീഡിയോ മുഴുവൻ നഷ്ടമായിരുന്നു. ആരോ മനഃപൂർവ്വം ആ ഭാഗം ഡിലീറ്റ് ചെയ്തിരുന്നു. ഈ വീട്ടിൽ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? കാർത്തിക് ചോദിച്ചു. ആദിത്യൻ്റെ സഹോദരൻ രോഹിത് പതുക്കെ കൈ ഉയർത്തി. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എല്ലാവരുടെയും കണ്ണുകൾ അവനിലേക്ക് തിരിഞ്ഞു. ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെ വീട്ടിലെ പ്രായമായ അമ്മൂമ്മ കാർത്തിക്കിനെ വിളിച്ചു. മോനെ, ഇന്നലെ രാത്രി ഞാൻ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു. എവിടെ നിന്ന്? അമ്മൂമ്മ വിറയ്ക്കുന്ന കൈകളോടെ സ്റ്റോർ റൂമിലേക്ക് വിരൽ ചൂണ്ടി. പക്ഷേ അതിനുശേഷം ആരോ എന്നോട് പറഞ്ഞു, വാതിൽ തുറക്കരുത്. കാർത്തിക്കിൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ആ ശബ്ദം ആരുടേതായിരുന്നു? അതേസമയം ഫോറൻസിക് ഓഫീസർ ഒരു വെള്ള കവറുമായി അകത്തു വന്നു. സാർ, ആര്യയുടെ നഖത്തിനടിയിൽ നിന്ന് DNA കിട്ടിയിട്ടുണ്ട്. ആരുടേത്? റിപ്പോർട്ട് വരാൻ സമയം വേണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആര്യ അവസാന നിമിഷം ആരുമായോ ശക്തമായി പൊരുതിയിട്ടുണ്ട്. കാർത്തിക് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴ വീണ്ടും ശക്തമായി പെയ്യാൻ തുടങ്ങി. ഈ കേസ് ഒരു സാധാരണ കാണാതാകൽ അല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കുറ്റകൃത്യമായിരുന്നു. CCTVയിലെ 7 മിനിറ്റ് ആരായിരിക്കും ഡിലീറ്റ് ചെയ്തത്? ആദിത്യൻ, രോഹിത്, ഗോവിന്ദൻ, മറ്റാരെങ്കിലും? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും?